കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിലെ ശിക്ഷാവിധി മാർച്ച് 21 മാറ്റി. അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കുറഞ്ഞ ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ചെയ്തത് എന്താണെന്ന് അറിയില്ലെന്നും പ്രായശ്ചിത്തം ചെയ്യാമെന്നും സന്ദീപ് കോടതിയിൽ പറഞ്ഞു. അതേസമയം കോടതിക്കുള്ളിൽ പൊട്ടിക്കരയുകയായിരുന്നു വന്ദനയുടെ അച്ഛനും അമ്മയും. എം മനോജ് ചേരുന്നു. മനോജ് പറയും. രോഹിണി, ഇന്ന് ശിക്ഷാവിധി എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഈ 3 ഭാഗത്തെയും വാദങ്ങൾ കേട്ടു എന്നുള്ളതാണ്. കോടതി ഈ 3 ഭാഗത്തെ വാദങ്ങളും കേട്ട ശേഷം 21 ശിക്ഷാവിധി പറയുവാൻ മാറ്റിയിരിക്കുന്നു. ഇതിൽ പ്രതി സന്ദീപ് പറഞ്ഞത് താൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതെന്നും എന്തു പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്നതാണ്. അതേസമയം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള പ്രതാപ് ചിവടിക്കൽ അടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കി. അതായത് കോടതിക്ക് മുമ്പാകെ തന്നെ എന്താണ് സംഭവിച്ചതെന്നും അതോടൊപ്പം വന്ദനയുടെ പ്രായം, അതോടൊപ്പം ജോലി, ഈ നടന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കൃത്യമായും കോടതിയെ ബോധ്യപ്പെടുത്തി. എന്താണോ പ്രതി ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം അതിനനുസരിച്ചുള്ള പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ പ്രതിഭാഗം അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. എന്തായാലും 21 തീയതി അറിയാം എന്താണ് ശിക്ഷ എന്നുള്ളത്. എന്തായാലും അദ്ദേഹം കൂടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ വേണം എന്നുള്ള കാര്യം തന്നെ ആവശ്യപ്പെട്ടു. അത്രയധികം ക്രൂരകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. കേസിൽ പ്രതി നടത്തിയിട്ടുള്ള കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേസിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് ആയാലും ശരി, ഗുരുതരമായി പരിക്കേൽപ്പിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും സിവിലിയൻസും ആംബുലൻസ് ഡ്രൈവറും ആണെങ്കിൽ തന്നെ ഇവരെല്ലാവരും പ്രതി സഹായിക്കാനായി സ്ഥലത്തെത്തിയവരാണ്. അപ്പോൾ സഹായിക്കാനായി സ്ഥലത്തെത്തിയവരെ കൊലപ്പെടുത്തിയ ഒരു കേസ് എന്നുള്ള തരത്തിൽ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം നൽകാൻ ഒക്കുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രതിഭാഗം വാദമുണ്ടായിരുന്നു. അതായത് പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് നൽകണമെന്ന്. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? കേസിനകത്ത് പ്രതിഭാഗം ഇന്ന് പ്രധാനമായും പറഞ്ഞ ഒരു ആരോപണം, പ്രതിയെ ഇന്ന് ആദ്യമേ കോടതിയിൽ പ്രതിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിരുന്നു. ആ സമയത്ത് പ്രതിക്ക് തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ പശ്ചാത്താപമുണ്ടെന്നും തനിക്ക് പരമാവധി ശിക്ഷ ഇളവ് നൽകണം എന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഇപ്പോഴും ആ കേസിനകത്ത് പ്രധാനമായും ഉയർത്തിയ ആരോപണങ്ങളിലൊന്ന് പ്രതിക്ക് മാനസികമായ സ്ഥിരതയില്ലായ്മയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ മാനസിക സ്ഥിരതയില്ലായ്മയുടെ ബെനവലൻ്റ് പ്രൊവിഷൻ 84 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 84 വകുപ്പ് പ്രതിക്ക് ലഭ്യമല്ല എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് അത്തരമൊരു വാദത്തിന് നിലനിൽപ്പില്ല. ഇനിയും കോടതി മുമ്പാകെ എത്തുന്ന ചോദ്യം, കോടതി മുമ്പാകെ പരിഗണിക്കപ്പെടുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കുറ്റകരമായ നരഹത്യയ്ക്ക് നൽകാവുന്ന വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവാണോ പ്രതിക്ക് നൽകേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് കോടതി ഇനി തീരുമാനിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ കേസിൽ 21 തീയതിയാണ് ശിക്ഷാവിധി എന്തെന്ന് അറിയുക. പരമാവധി ശിക്ഷ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം 2023 മെയ് 10 തീയതിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് 22കാരിയായിട്ടുള്ള വന്ദന ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. പ്രതി സന്ദീപ് ഡോക്ടർ വന്ദനാദാസിൻ്റെ ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച്, അതായത് അത്രയധികം ക്രൂരമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. അത് കോടതിയെ കൃത്യമായും പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട ശേഖരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ കോടതിക്ക് മുൻപാകെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിന്മേലാണ് ഈ നടപടികളൊക്കെ തുടരുന്നത്. എന്തായാലും ഇനി ഒരു ദിവസം കൂടെയാണ് ബാക്കിയുള്ളത്. അതായത് 21 തീയതി ഈ ശിക്ഷാ നടപടി, അതായത് ശിക്ഷാവിധി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സന്ദീപിന് കോടതി വിധിക്കുക എന്നുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഒരു വാക്യം. അതിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഗുരു. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ട ആളാണ്, മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ആളാണ്. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലാക്കാൻ പാടില്ല എന്നുള്ളതും ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണമെന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.